യഹോവയുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് സങ്കീർത്തനത്തിൽ 3-4 കൂട്ടം അല്ലെ 4-5 വിഭാഗം ഭാഗ്യവാന്മാരെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അതൊന്ന് തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുന്നമേ ഈ സങ്കീർത്തനത്തിലെ പ്രസക്ത വാക്യങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നതും നമുക്ക് പ്രയോജനമായിരിക്കും. 1, അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഇവിടുത്തെ ഭാഗ്യത്തിന്റെ അടയാളമായി പറയുന്നത്, അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ അടയാളമായി പറയുന്നത്, 1, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. 3-ാം വാക്യത്തിൽ ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ അക്ഷരീകമായി ആത്മീകമായി ഈ നന്മകളിലൂടെ നടത്തുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകുവാൻ, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുവാൻ. സഭയായി നാം അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ സഭയ്ക്കൊരു സന്തതിയുണ്ട്, സഭയ്ക്ക് ഒരു പിൻതലമുറയുണ്ട്. ഇന്നേക്ക് ഏറെക്കുറെ 8 വർഷങ്ങൾക്ക് മുന്നമേ ഒരു ഇന്റർവ്യൂ എടുത്ത് ഒരു മാസികയ്ക്കകത്ത് ഒരു ലേഖനം പരസ്യപ്പെടുത്തിയിരുന്ന ഒരു മനുഷ്യൻ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും അടുത്തൊരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നു. ലേഖനം പരസ്യപ്പെടുത്തുകയില്ല എന്ന ഉറപ്പിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ 10 മിനിറ്റ് ഇരുന്നു. ഞാനത് ഉറപ്പ് പറഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന്റെ കൂടെ 10 മിനിറ്റ് ഇരുന്നത്, ലേഖനം പരസ്യപ്പെടുത്താൻ വേണ്ടിയല്ല. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, ഏതാണ്ട് ഒരു 8 വർഷത്തിന് മുന്നമേ ഞങ്ങൾ കൺവെൻഷന് വേണ്ടി ആളുകളെ ബുക്ക് ചെയ്യുമ്പോൾ കൺവെൻഷന്റെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇന്നും അവരെല്ലാവരും കൺവെൻഷന്റെ മുൻപന്തിയിൽ അതുപോലെ തന്നെ നിൽപ്പുണ്ട്. പക്ഷെ നിങ്ങളൊരാൾ മാത്രം അവരുടെ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മറ്റ് ആശയങ്ങളിലേക്ക് മാറി, അവരിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു പടിയിലേക്ക് മാറി. ഇന്ന് മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായി നിങ്ങളെ കാണുന്നു. അത് എന്ത് എന്ന് ഞങ്ങൾ ഒബ്സർവ് ചെയ്യുകയായിരുന്നു. ആ മനുഷ്യന്റെ പദങ്ങളുടെ ഉള്ളിലോട്ട് ഞാൻ പോകുകയാണ്. പക്ഷെ ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഒരു ഉണർവ് യോഗം നടക്കണമെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വന്നേ മതിയാകുള്ളൂ എന്ന സാഹചര്യത്തിലെത്തി. ഞാൻ എൻ്റെ ആശയം പറയുകയല്ല, ആ മാസികക്കാരൻ്റെ ആശയം പറയുകയാണ്. ഇന്ന് കേരളത്തിൽ ഒരു ഉണർവ് യോഗം നടക്കണമെങ്കിൽ അതിൻ്റെ കമ്മിറ്റിയിലുള്ള ആരെങ്കിലും ഒരു ആത്മീയൻ നിശ്ചയമായും പറഞ്ഞിരിക്കും, ബാംഗ്ലൂരിൽ നിന്ന് ഒരാളിനെ വിളിച്ചേ മതിയാകൂ. അഥവാ ബാംഗ്ലൂരിൽ നിന്ന് ഒരാളിനെ കിട്ടുന്നില്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള ബാംഗ്ലൂരിയൻ ടീമിൽ നിന്ന് ഒരാളില്ലാതെ ഇന്നൊരു ഉണർവ് യോഗം നടക്കയില്ല എന്ന സാഹചര്യത്തിലേക്ക് എത്തി. കാര്യം എന്താണ്? എനിക്കൊരു മറുപടി പറയാനുണ്ട്. ഒരുവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഒരു സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അതിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഇന്ന് പകൽക്കാലം സമ്പത്തും ദൈവകൃപയും നമ്മുടെ വ്യക്തിത്വങ്ങളിൽ അനുഭവിപ്പാൻ, ആ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ നമ്മുടെയും പേരെഴുതുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചതിനാൽ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. 6-ാമത്തെ വാക്യത്തിൽ അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. 7, ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. ഇന്ന് പകൽക്കാലം ഒരു ദൈവപൈതലിന് പറയാം, ദുർവർത്തമാന നിമിത്തം ഞാൻ ഭയപ്പെടുകയില്ല. ദുർവർത്തമാനവുമായി വരുന്ന പലരും കാണും, പക്ഷേ അത് എന്നെ ബാധിക്കുകയില്ല. ദുർവർത്തമാന നിമിത്തം ഞാൻ ഭയപ്പെടാതെ എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. കാര്യം ഞാൻ ഒരു ദൈവപൈതലാണ്. ഞാൻ ഈ സങ്കീർത്തന ഭാഗങ്ങളിലെ പ്രസക്ത വാക്യങ്ങളിൽ ചിലതാണ് എടുത്ത് വായിച്ചുകൊണ്ടിരുന്നത്. സങ്കീർത്തനങ്ങളിൽ മൊത്തമായി കണ്ടാൽ ചില അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഭാഗ്യവാൻ എന്ന് മലയാളത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്ന പദത്തെ അനുഗ്രഹിക്കപ്പെട്ടവൻ, ബ്ലസ്സഡ് ഈസ് എന്ന പദമാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. ചില അനുഗ്രഹങ്ങളെ തൊടുവാനായി ആഗ്രഹിക്കുന്നു. ദയവായി 32-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവയെ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 3 ടെർമിനോളജി അവിടെ ഒന്നിനു പുറകെ ഒന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. 1 ലംഘനം, 2 പാപം, 3 അകൃത്യം. പാപമെന്ന പദം കൊണ്ട് വേദപുസ്തകം അർത്ഥമാക്കുന്നത് ലക്ഷ്യം തെറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും കുറിക്കുന്ന ഒരു ലക്ഷ്യം സ്വർഗത്തിലെ ദൈവത്തിനുണ്ട്. അതിൽ നിന്ന് ഞാനോ നിങ്ങളോ മാറിയാൽ ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നതാണ് അവൻ പാപിയാണ്. ഞാൻ പറഞ്ഞ ലിപ് ടെർമിനോളജി 3 വ്യത്യസ്ത പദങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 1 പാപം. പാപം എന്ന വാക്കിന് വേദപുസ്തകം കൊടുക്കുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ, ലക്ഷ്യത്തിൽ നിന്ന് തെറ്റുക. ഇവിടെ ഇരിക്കുന്ന ദൈവപൈതലിൽ എല്ലാവരെ കുറിച്ചും സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആരാധനയ്ക്ക് വന്നാൽ ഇങ്ങനെയൊക്കെ ആളായിരിക്കണം, ഇത്ര ദിവസങ്ങളിൽ ഉപവസിച്ചിരിക്കണം, ഇത്ര സമയം പ്രാർത്ഥിച്ചിരിക്കണം, ദൈവവചനം ഇത്ര സമയം വായിച്ചിരിക്കണം. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം തെറ്റിയെങ്കിൽ ദൈവത്തിന് പറയാനുള്ളത് അവൻ പാപിയാണ്. അതാണ് പാപം എന്ന വാക്കിന്റെ അർത്ഥം.
ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് തെറ്റുക. ഇന്നിവിടെ ഇരിക്കുന്ന എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക ലക്ഷ്യങ്ങളിൽ നിന്ന് തെറ്റിയെങ്കിൽ പാപം ക്ഷമിച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. ദൈവസന്നിധിയിൽ അടുത്തുവെന്ന് പറയുമ്പോൾ ദൈവം പാപങ്ങളെ മറച്ചു കളയും. നമ്മുടെ പാപങ്ങൾക്ക് മീതെ തന്റെ രക്തം കൊണ്ട് താൻ അതിനെ റീപെയിന്റ് ചെയ്യുന്നതിനാൽ, എന്റെ പഴയ കൈയെഴുത്തുകൾ മായിഞ്ഞു പോയതിനാൽ എന്റെ പാപങ്ങൾ മായിക്കപ്പെടും. അന്നവരവരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തി ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുന്ന ദൈവ പൈതലേ, ആ പാപങ്ങൾ മറഞ്ഞു കിട്ടിയവൻ ഭാഗ്യവാൻ. എന്നാൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ലംഘനം ക്ഷമിച്ചും. അടുത്ത പദമാണ് ലംഘനം. വേദപുസ്തകത്തിൽ ലംഘനം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അവനവന് കയറാവുന്ന ഒരു അതിർത്തിയുണ്ട്, ആ അതിർത്തി ലംഘിക്കുന്നതിനെ ലംഘനം എന്ന് വിളിക്കും. എനിക്കെൻ്റെ സഭയിൽ പറയാവുന്ന വാചകങ്ങളുണ്ട്, എനിക്കെൻ്റെ സഭയിൽ ചെയ്യാവുന്ന ക്രിയകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ബലഹീനത വന്നേക്കാം, പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വിട്ടാൽ അതിനെ ലംഘനമെന്ന് വിളിക്കും. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. മൂന്നാമത്തെ ടെർമിനോളജി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അകൃത്യം എന്ന പദമാണ്. അകൃത്യം എന്ന പദത്തിന്റെ അർത്ഥം ഒരേ തെറ്റ് ആവർത്തിക്കുകയും വീണ്ടും ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുകയും വീണ്ടും ആവർത്തിക്കുകയും വീണ്ടും അനുദപിക്കുകയും വീണ്ടും ആവർത്തിക്കുകയും വീണ്ടും അനുദപിക്കുകയും വീണ്ടും ആവർത്തിക്കുകയും. ഇത് ജീവിതത്തിലെ റൊട്ടീനാക്കി മാറ്റുക. പിന്മാറ്റത്തിലേക്ക് പോകുക, മടങ്ങി വരിക, പിന്മാറ്റത്തിലേക്ക് പോകുക, മടങ്ങി വരിക. ഇതിനെയാണ് അകൃത്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. 3 ടെർമിനോളജികൾ ഇങ്ങോട്ടെടുത്തു. 1 ലംഘനം ക്ഷമിച്ചും, 2 പാപം മറച്ചും, 3 ആത്മാവിൽ കപടമില്ലാതെ അകൃത്യങ്ങളില്ലാത്തവൻ ഭാഗ്യവാൻ, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇന്ന് പകൽക്കാലം ദൈവപൈതലേ, നമ്മുടെ ബലഹീനതകളുമായി ദൈവസന്നിധിയോട് അടുത്തു വന്ന് ഇന്ന് ക്ഷമ ചോദിച്ച് നാളെ പിന്നെയും പോയി പഴയത് ചെയ്യാനല്ല, പകരം ഇന്ന് ക്ഷമ ചോദിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ചതിന് നാളെ ആവർത്തിക്കാതെ എന്റെ ജീവിതം ദൈവസന്നിധിയിൽ സൂക്ഷിക്കും എന്ന് പറയുന്ന രക്ഷിക്കപ്പെട്ട ദൈവജനത്തിനായി എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ലംഘനം ക്ഷമിക്കപ്പെട്ടവൻ, പാപം മറയ്ക്കപ്പെട്ടവൻ, ആത്മാവിൽ കപടമില്ലാത്തവൻ, അകൃത്യം ചെയ്യാത്തവൻ, ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ പടി സങ്കീർത്തനങ്ങൾ വ്യക്തമാക്കുന്നത് ലംഘനം ക്ഷമിക്കപ്പെടുകയാണ്, പാപം മറയ്ക്കപ്പെടുകയാണ്. 65 സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. എന്താണ് ഭാഗ്യാവസ്ഥ? സങ്കീർത്തനങ്ങളിൽ നിന്ന് മാത്രം 2-ാം കാര്യം: നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന്. ലംഘനം ക്ഷമിച്ച എല്ലാവരും പ്രാകാരങ്ങളിൽ പാർക്കുന്നില്ല. അകൃത്യം ക്ഷമിക്കപ്പെട്ട എല്ലാവരും പ്രാകാരങ്ങളിൽ പാർക്കുന്നില്ല. ആത്മാവിൽ കപടമില്ലാത്ത എല്ലാവരും ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ പാർക്കുന്നില്ല. എന്നാൽ ദൈവവുമായി സ്ഥിരമായ ഒരു ബന്ധമുണ്ടാകുവാൻ തൃപ്പാദത്തിൽ അടുത്തു വന്ന് തന്റെ പ്രാകാരങ്ങളിൽ പാർക്കുന്നവർക്കായി എന്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ദൈവിക സംസർഗത്തിൽ, ഇന്ന് പകൽ ദൈവിക കൂട്ടായ്മയിൽ ദൈവത്തോട് അടുത്ത് വസിക്കുവാൻ സ്വർഗം തിരഞ്ഞെടുത്തവർക്കായി എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ചിലരുടെ ക്രിസ്ത്യാനിത്വം ഞായറാഴ്ച കൊണ്ട് മാത്രം ഒതുങ്ങും. മറ്റു ചിലരുടെ ക്രിസ്ത്യാനിത്വം ഞായറാഴ്ച മുഴുവനും കാണുകയില്ല, ഞായറാഴ്ചത്തെ 3 മണിക്കൂർ കൊണ്ട് ഒതുങ്ങും. അത് 2 മണിക്കൂറിൽ നിർത്തുന്നവരുണ്ട്. കാര്യം 11:30 വന്നേച്ച് 12:30 പോകുന്നവർ 1 മണിക്കൂർ കൊണ്ട് അവരുടെ ക്രിസ്ത്യാനിത്വം നിർത്തുമ്പോൾ നിന്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. കുഞ്ഞേ വാക്യം താവട്ടെന്ന് വായിച്ചാട്ടെ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. അവർ തൃപ്തീകരിക്കപ്പെടുന്നത് ആലയത്തിലെ നന്മ കൊണ്ടാണ്. വിശുദ്ധ മന്ദിരത്തിലെ അനുഗ്രഹങ്ങളാൽ, വിശുദ്ധ മന്ദിരത്തിലെ നന്മകളാൽ അവർ തൃപ്തരായി മാറും. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്റെ അന്തരാത്മാവിനോട് ദൈവം ഇടപെട്ടത്, എന്റെ ശരീരാത്മദേഹികളോട് സ്വർഗത്തിലെ ദൈവം ഇടപെട്ടത് ഇന്ന് പകൽക്കാലം അറിയുന്ന ദൈവപൈതലേ, വിശുദ്ധ മന്ദിരത്തിൽ പാർക്കേണ്ടതിന്, ആലയത്തിൽ പാർക്കേണ്ടതിന്, പ്രാകാരങ്ങളിൽ വസിക്കേണ്ടതിന്, സന്നിധാനത്തിന്റെ ബലം അനുഭവിക്കേണ്ടതിന്, തിരുസന്നിധിയിൽ വന്ന് ഇരിക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്ത ചിലതിനോട് സ്വർഗത്തിന് പറവാനുണ്ട്: നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് നന്മ അനുഭവിക്കുന്നത്, നിങ്ങൾ തൃപ്തി പ്രാപിക്കുന്നത് ആലയത്തിന്റെ പുഷ്ടി കൊണ്ടാണ്.